2024 ജൂലൈ 12 വെള്ളി. ഇന്ന് 1199 മിഥുനം 28. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വിഴിഞ്ഞം തുറമുഖം ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് എത്തി. ട്രയൽ റൺ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10-ന്. കേരളത്തിൻ്റെ വികസന പ്രതീക്ഷയായി ആദ്യ കണ്ടെയ്നർ മദർഷിപ്പ് വിഴിഞ്ഞത്തിൻ്റെ തീരം തൊട്ടു. ലോകത്തെ രണ്ടാമത്തെ വലിയ ഷിപ്പിംഗ് കമ്പനിയായ മേസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് രാജ്യത്തെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖത്ത് ബർത്തിങ് പൂർത്തിയാക്കിയത് ഇന്നലെ രാവിലെ 9:50-ന്. സംസ്ഥാനത്തിൻ്റെ വികസന കുതിപ്പിലേക്ക് പുതിയ കപ്പൽച്ചാൽ തുറന്ന ചരിത്ര നിമിഷം. മന്ത്രിമാരായ VN വാസവനും GR അനിലും ചേർന്നാണ് കപ്പലിനെ വരവേറ്റത്. ട്രയൽ റൺ ഉദ്ഘാടനം ഇന്ന് രാവിലെ 10-ന് വിഴിഞ്ഞത്ത് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിൻ്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കി കപ്പൽ ഇന്ന് തുറമുഖം വിടും. നാളെ തന്നെ ഫീഡർ കപ്പലുകൾ എത്തുന്നതോടെ ട്രാൻസ്ഷിപ്മെൻറ്റിനും തുടക്കമാകും. തുറമുഖത്ത് 3 മാസത്തോളം നീളുന്ന ട്രയൽ റണ്ണിൽ തുടർച്ചയായി മദർഷിപ്പുകൾ എത്തും. കമ്മീഷൻ ചെയ്യുന്നത് ഒക്ടോബറിലാണെങ്കിലും ആദ്യ കണ്ടെയ്നർ ഷിപ്പിൻ്റെ വരവോടെ വരുമാനം ലഭിച്ചു തുടങ്ങും. കഴിഞ്ഞ ഒക്ടോബറിൽ ആദ്യ ചരക്ക് കപ്പൽ ക്രെയിനുകളുമായാണ് എത്തിയതെങ്കിൽ വാണിജ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആദ്യ കണ്ടെയ്നർ കപ്പൽ എത്തിയത് ഇന്നലെയാണ്. നിലവിൽ കൊളംബോ തുറമുഖം കൈകാര്യം ചെയ്യുന്ന ആകെ ചരക്കിൽ ഏതാണ്ട് 60% ഇന്ത്യയിലേക്കുള്ളതാണ്. ഇതിൻ്റെ ഗണ്യമായ ഭാഗം ഇനി വിഴിഞ്ഞത്തെത്തും. ഇന്ത്യയിലേക്കുള്ള കണ്ടെയ്നറുകൾ മാത്രമല്ല, കൊളംബോയെ ഇപ്പോൾ ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കുള്ള കണ്ടെയ്നറുകളും മാറ്റിക്കയറ്റുന്ന ഹബ്ബായി വിഴിഞ്ഞം മാറുന്നതോടെ രാജ്യാന്തര തലത്തിൽ കേരളത്തിൻ്റെ വാണിജ്യ പ്രസക്തി ഉയരും. ഈ സാധ്യത മുൻകൂട്ടി കണ്ടാണ് ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ രണ്ടാം ഘട്ട വികസനത്തിനും അദാനി പോർട്സ് തുടക്കമിടുന്നത്. വാർഷിക പദ്ധതികൾ പുനഃക്രമീകരിക്കാൻ മന്ത്രിതല ഉപസമിതി, വകുപ്പുകൾ തമ്മിലെ തർക്കം പരിഹരിക്കാനും മന്ത്രിതല സമിതി. നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കുടിശ്ശിക നിവാരണത്തിന് പണം കണ്ടെത്താനായി ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. കേന്ദ്ര സഹായത്തിൽ ഈ വർഷവും കുറവുണ്ടായാൽ പുറത്തെടുക്കുമെന്ന മന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ച പ്ലാൻ B ഇതാണെന്നാണ് വിവരം. പദ്ധതികൾ നിർത്തലാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നതുവഴി ലാഭിക്കുന്ന പണം ക്ഷേമ പെൻഷനും DA കുടിശ്ശികയും അടക്കമുള്ളവ വിതരണം ചെയ്യാൻ ഉപയോഗിക്കും. വികസനത്തെക്കാൾ ക്ഷേമത്തിന് സർക്കാർ ഊന്നൽ നൽകാൻ തീരുമാനിച്ചു എന്നതിൻ്റെ തെളിവാണ് ഈ തീരുമാനങ്ങൾ. കേന്ദ്ര നടപടികൾ കാരണമുണ്ടായ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ പദ്ധതി വിഹിതത്തിൽ ക്രമീകരണം വരുത്താൻ മന്ത്രിസഭയാണ് തീരുമാനമെടുത്തത്. വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് അനന്തമായി പദ്ധതികൾ നീളുന്നത് പരിഹരിക്കാൻ ധന, നിയമ, റവന്യൂ മന്ത്രിമാരെ ഉൾപ്പെടുത്തി മറ്റൊരു ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഗാസ ഒഴിഞ്ഞു പോകുന്നവർക്ക് നേരെയും ഇസ്രായേൽ ആക്രമണം. കൊടും പട്ടിണി, വിശപ്പടക്കാൻ മൾബറി ഇലകൾ മാത്രം. ഗാസ സിറ്റിയിലെ 3 ലക്ഷം ജനങ്ങളും ഒഴിയണമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് പലായനം ചെയ്യുന്നവരെയും ഇസ്രായേൽ സൈന്യം ആക്രമിക്കുകയാണ്. ഷുജയ മേഖലയിലെ ആക്രമണത്തിനു ശേഷം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ താൽ അൽ ഹവ മേഖലയിലേക്ക് നീങ്ങുകയാണ്. വീടുകളും മറ്റും ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്താണ് സൈന്യം മുന്നേറുന്നത്. സൈനിക നീക്കവും ആക്രമണവും കടുത്തതോടെ ഗാസയിൽ പട്ടിണി രൂക്ഷമായി. പുറത്തിറങ്ങിയാൽ കൊല്ലപ്പെടാമെന്നതിനാൽ ജനങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ കഴിയുകയാണ്. ഭക്ഷ്യധാന്യങ്ങൾ തീർന്നതോടെ പല കുടുംബങ്ങളും മൾബറി ഇലകളും മറ്റും കഴിച്ചാണ് വിശപ്പടക്കുന്നത്. 33 കുട്ടികൾ ഇതുവരെ പോഷകാഹാരക്കുറവ് മൂലം മരിച്ചു. താൽ അൽ ഹവ, റിമാൽ മേഖലയിൽ മാത്രം 30 പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. ഇവരുടെ മൃതദേഹങ്ങൾ തെരുവുകളിൽ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സിവിൽ എമർജൻസി വിഭാഗം അറിയിച്ചു. വെടിനിർത്തൽ സംബന്ധിച്ച് ഖത്തറിലും കൈറോയിലും നടക്കുന്ന ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനിടെ ഡിസംബർ 11-ന് ചെങ്കടലിൽ ഹൂതി വിമതർ മലേഷ്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോവുകയായിരുന്ന കപ്പൽ ആക്രമിച്ചത് ഇറാൻ്റെ മിസൈൽ ഉപയോഗിച്ചാണെന്ന് US സൈന്യം കണ്ടെത്തി. വിമതർക്ക് ഇറാൻ നൽകുന്ന സഹായത്തിന് തെളിവാണ് ഇതെന്നും സൈന്യം അറിയിച്ചു. ഗാസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 38,345 ഉയർന്നു. കേരളത്തിൽ നിന്ന് 12 ബംഗ്ലാദേശുകാർ ഇസ്രായേലിലേക്ക് കടന്നെന്ന റിപ്പോർട്ട്. ഇവർ ഉപയോഗിച്ചത് വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട്. ഇന്ത്യൻ വ്യാജ പാസ്പോർട്ടിൽ 12 ബംഗ്ലാദേശ് പൗരന്മാർ കേരളത്തിലെ വിമാനത്താവളങ്ങൾ വഴി ഇസ്രായേലിലേക്ക് കടന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ജൂൺ 21-ന് ഇന്ത്യൻ വ്യാജ പാസ്പോർട്ടുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ് പൗരനെ ഇന്റർപോളിൻ്റെ സഹായത്തോടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്തു. ഇതിനു പുറമെ 2021 ശേഷം മലയാളികളടക്കം 140 പേർ ഇന്ത്യൻ വ്യാജ പാസ്പോർട്ടിൽ ഇസ്രായേലിലേക്ക് കടന്നതായും
കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 8 പേർ ഇസ്രായേലിൽ പിടിയിലായി. ഇവരിൽ 6 മലയാളികളുമുണ്ട്. പാസ്പോർട്ട് സുനിൽ എന്ന് വിളിക്കുന്ന കണ്ണൂർ സ്വദേശിയാണ് വ്യാജ പാസ്പോർട്ട് നൽകിയതെന്ന് പിടിയിലായ മലയാളി റെജി മൊഴി നൽകിയിട്ടുണ്ട്. ഇസ്രായേൽ കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം, കൊച്ചി രാജ്യാന്തര വിമാനത്താവളങ്ങൾ വഴിയാണ് കൂടുതൽ പേരും വിദേശത്തേക്ക് കടന്നത്. തിരുവനന്തപുരത്ത് പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശിക്ക് വ്യാജ പാസ്പോർട്ട് ലഭിച്ചത് കർണാടകയിൽ നിന്നാണ്. ഇയാളുടെ പക്കൽ നിന്ന് ബംഗ്ലാദേശ് പാസ്പോർട്ടും പിടിച്ചെടുത്തു. ഷാർജ വഴി ഇസ്രായേലിലേക്ക് കടക്കാനായിരുന്നു ഇയാളുടെ പദ്ധതി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മെയ് 8-ന് കേരള പോലീസ് അറസ്റ്റ് ചെയ്ത ശ്രീലങ്ക സ്വദേശിയുടെ പക്കലും വ്യാജ ഇന്ത്യൻ പാസ്പോർട്ട് കണ്ടെത്തിയിരുന്നു. നിയമവിരുദ്ധ ബോർഡ് ലൈറ്റ്, ഹൈക്കോടതിയുടെ ചോദ്യം. ഉന്നതർ തന്നെ നിയമം ലംഘിച്ചാൽ പിന്നെങ്ങനെ നടപ്പാക്കും? കലക്ടറുടെ വാഹനത്തിൽ ഫ്ലാഷ് ലൈറ്റ് ദുരന്ത നിവാരണത്തിന് പോകുമ്പോൾ മാത്രം. IAS IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാഹനങ്ങളിൽ നിയമവിരുദ്ധമായി ബോർഡുകളും ഫ്ലാഷ് ലൈറ്റുകളും സ്ഥാപിക്കുകയാണെന്നും പിന്നെ എങ്ങനെ നിയമം ലംഘിക്കുന്ന മറ്റു വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി ചോദിച്ചു. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മാത്രമേ കലക്ടർമാർ ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കാവൂവെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. ചീഫ് സെക്രട്ടറിക്ക് സർക്കാർ ചിഹ്നം ഉപയോഗിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു. ഭൂമി ഏറ്റെടുക്കൽ വില തോന്നുംപടി പാടില്ല, ന്യായവില ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങളുമായി സുപ്രീം കോടതി. ഭൂമി ഏറ്റെടുക്കലിനുള്ള നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഊഹക്കണക്ക് ഒഴിവാക്കണമെന്നും ന്യായവില ഉറപ്പാക്കാൻ 3 ഘടകങ്ങൾ പരിശോധിച്ചിരിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്ന് ജഡ്ജിമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. ഏറ്റെടുക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ വിലനിർണ്ണയത്തിൽ പ്രധാനമാണ്. സവിശേഷതകളുള്ള ഭൂമിക്ക് വില ഉയരും. റോഡ്, വൈദ്യുതിയുടെയും വെള്ളത്തിൻ്റെയും ലഭ്യത, നിരപ്പ് തുടങ്ങിയവ മൂല്യമുയർത്തും. ഭാവിയിലുണ്ടാകാവുന്ന പ്രയോജനവും മൂല്യനിർണ്ണയത്തിലെ പ്രധാന ഘടകമാണ്. വാണിജ്യ പാർപ്പിട ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നവയ്ക്കും വികസിത മേഖലയിലോ അതിനടുത്തോ സ്ഥിതി ചെയ്യുന്നവയ്ക്കും മൂല്യമുയരാം. എന്തെല്ലാം അനുകൂല ഘടകങ്ങളുണ്ടെങ്കിലും വിപണിയുടെ അപ്പോഴത്തെ സ്ഥിതി മൂല്യനിർണ്ണയത്തിൽ പ്രധാനമാകും. സ്ഥലമേറ്റെടുപ്പിനുള്ള വിജ്ഞാപനം വരുമ്പോഴുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ മൂല്യം കുറയാം. ഉദാഹരണത്തിന് സാമ്പത്തിക മാന്ദ്യം, രാഷ്ട്രീയ അസ്ഥിരത, ഊഹക്കച്ചവട നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി എന്നിവ. ചുരുക്കത്തിൽ ഭൂമിയുടെ മൂല്യനിർണ്ണയം വിലയിരുത്തുമ്പോൾ ഇതെല്ലാം പരിഗണിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. സഹകരണ ചട്ടത്തിൽ ഭേദഗതി. 10 ലക്ഷത്തിനു മേലുള്ള വായ്പ അനുവദിക്കാൻ സമിതി. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വായ്പ അനുവദിക്കുന്നതിന് കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തി സഹകരണ ചട്ടം ഭേദഗതി ചെയ്യുന്നു. 2 ഭരണസമിതി അംഗങ്ങളും 2 ബാങ്ക് ജീവനക്കാരും ഡെപ്യൂട്ടി തഹസിൽദാരും ഉൾപ്പെടുന്ന 5-അംഗ സമിതിക്ക് മാത്രമാകും ഇനി അധികാരം. വസ്തുവിൻ്റെ മൂല്യനിർണ്ണയം നടത്തേണ്ടത് ഡെപ്യൂട്ടി തഹസിൽദാരാണ്. മൂല്യത്തിൻ്റെ പകുതി തുകയ്ക്ക് മാത്രമേ വായ്പ ലഭിക്കൂ. ഭേദഗതി ചട്ടങ്ങൾ അടുത്തയാഴ്ച പ്രസിദ്ധീകരിക്കും. ഭരണസമിതിയുടെയും പൊതുയോഗത്തിൻ്റെയും മിനിറ്റ്സ് ഒപ്പിട്ടാലുടൻ ഡിജിറ്റൽ കോപ്പി സൂക്ഷിക്കണം. വായ്പ അനുവദിക്കുമ്പോൾ തിരിച്ചടവ് ശേഷിയും രേഖപ്പെടുത്തണം. 3 മാസം കൂടുമ്പോൾ വായ്പാ വിവരങ്ങൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രജിസ്ട്രാർക്ക് നൽകണം. ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും ബന്ധുക്കളുടെ വായ്പാ വിവരങ്ങളും പൊതുയോഗത്തിൽ കൊണ്ടുവരണം. തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമണം. പ്രതികൾക്ക് ജാമ്യമില്ല. തിരുവമ്പാടി KSEB ഓഫീസ് ആക്രമണ കേസിൽ 2 പ്രതികൾക്കും താമരശ്ശേരി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചു. പ്രതികളുടെ പ്രവൃത്തിയെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. നിർഭയമായി ജോലി ചെയ്യാൻ പൊതുസേവകർക്ക് അവസരമുണ്ടാകണമെന്നും അതിനാൽ ഇത്തരം കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇടയില്ലെന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. ഈ മാസം 6-നാണ് കേസിനാസ്പദമായ സംഭവം. KSEB ഓഫീസിലേക്ക് അതിക്രമിച്ച് പ്രതികൾ നടത്തിയ ആക്രമണത്തിൽ 2 ലക്ഷം രൂപയുടെ നാശനഷ്ടം നേരിട്ടതായാണ് കണക്ക്. പ്രതികൾ ഇരുവരും 6 മുതൽ കോഴിക്കോട് സബ് ജയിലിൽ റിമാൻഡിലാണ്. ഈ ഘട്ടത്തിൽ ഇവർക്ക് ജാമ്യം അനുവദിക്കുന്നത് സുഗമമായ കേസന്വേഷണം അട്ടിമറിക്കാൻ ഇടയാക്കുമെന്നും കോടതി വിലയിരുത്തി. ശുഭദിനം. നന്ദി.